നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ചോള രാജാക്കന്മാരിൽ ഒരാളാണ് കരികാലൻ. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. കരികാലൻ ഒരു കുട്ടിയായിരുന്നോ അതോ ഒരു വൃദ്ധനായിരുന്നോ? പ്രൊഫസർ ഡോക്ടർ ഇരയേരാസന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ കൗതുകകരമായ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു വലിയ രാജസഭയിൽ ചെല്ലുന്നു. അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട രാജാവ് ഒരു കൊച്ചുകുട്ടിയാണ്. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വരുമല്ലേ, ഇത്ര ചെറിയ കുട്ടിക്ക് എന്തറിയാം? ഇതായിരുന്നു കരികാലന്റെ സദസ്സിൽ വന്ന പലരുടെയും ആദ്യത്തെ പ്രതികരണം. ആ ഒരു രംഗം നമുക്കൊന്ന് മനസ്സിൽ കാണാം. ചോള സാമ്രാജ്യത്തിന്റെ പ്രൗഢഗംഭീരമായ സദസ്സ്. സിംഹാസനത്തിലിരിക്കുന്നത് കരുത്തനായ ഒരു യോദ്ധാവല്ല, മറിച്ച് തീരെ ചെറിയ ഒരു ബാലനാണ്. അവിടെ വരുന്ന ഓരോരുത്തരുടെയും മുഖത്തും ഒരുതരം അവിശ്വസനീയതയായിരുന്നു. ആ അവിശ്വസനീയതയിൽ നിന്നാണ് നമ്മൾ ഈ കഥയുടെ ചുരുളഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോ ആദ്യത്തെ ഭാഗം ഇതാണ്: ഒരു കുട്ടിയോ രാജാവോ? ഇത്രയും വലിയൊരു സാമ്രാജ്യം ഭരിക്കാൻ ഒരു കുട്ടിക്ക് ശരിക്കും സാധിക്കുമോ? കാരണം അന്നത്തെ ഒരു കീഴ്വഴക്കമനുസരിച്ച് ഒരു രാജകുമാരൻ രാജാവാകുന്നത് യുദ്ധമുറകളും പലതരം കലകളും ധർമ്മശാസ്ത്രവുമൊക്കെ പഠിച്ച് അതിൽ പ്രാവീണ്യം നേടിയതിനു ശേഷം മാത്രമാണ്. പക്ഷെ കരികാലന്റെ കാര്യം അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അടുത്ത രാജാവായി പ്രഖ്യാപിക്കപ്പെട്ട ആളാണ്. ഇതന്നത്തെ എല്ലാ രീതികൾക്കും എതിരായിരുന്നു. അപ്പോ ഈ ഒരു വെല്ലുവിളിയെ കരികാലൻ എങ്ങനെയാണ് നേരിട്ടത്? ഒരു ജ്ഞാനിയുടെ വേഷം കെട്ടിക്കൊണ്ട് നമുക്കാ കഥയിലേക്ക് പോകാം. സംഭവം ഇങ്ങനെയാണ്. ഒരു സ്വത്ത് തർക്കത്തിന് പരിഹാരം തേടി രണ്ട് പ്രായമായ ആളുകൾ രാജസദസ്സിലെത്തി. പക്ഷേ സിംഹാസനത്തിലിരിക്കുന്ന കൊച്ചുകുട്ടിയെ കണ്ടപ്പോ അവർക്ക് സംശയായി, ഇയാൾക്ക് എന്തു ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കിയ കരികാലൻ അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, വൈകുന്നേരം ജ്ഞാനിയായ ഒരു വൃദ്ധൻ വന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. അങ്ങനെ വൈകുന്നേരം നരച്ച മുടിയൊക്കെയുള്ള ഒരു വൃദ്ധൻ വന്ന് ആ സ്വത്ത് തർക്കത്തിൽ വളരെ മികച്ച ഒരു വിധി പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. വിധി പ്രഖ്യാപിച്ചതിനു ശേഷം ആ വൃദ്ധൻ തന്റെ തലയിലെ നരച്ച വിഗ്ഗങ്ങ് ഉരിമാറ്റി. അതെ, അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ കരികാലൻ തന്നെ. എന്തായിരുന്നു ആ വിധിയെന്നറിയാമോ? ആകെയുള്ള സ്വത്തിന്റെ 1/6 നികുതിയായി രാജ്യത്തിന് കൊടുക്കണം. ബാക്കിയുള്ള 5 ഭാഗവും അവരുടെ 5 മക്കൾക്കായി തുല്യമായി വീതിച്ചു നൽകണം. എങ്ങനെയുണ്ട്? തന്റെ പ്രായത്തെ കവച്ചുവെക്കുന്ന പക്വതയും നീതിബോധവും ആ വിധിയിൽ വ്യക്തമായി കാണാമായിരുന്നു. ഇനി നമുക്ക് കരികാലൻ എന്ന പേരിന് പിന്നിലെ കഥകളിലേക്ക് വരാം. കാരണം ഈ പേരിന് പിന്നിൽ പരസ്പരം ചേരാത്ത 2 കഥകളുണ്ട്. കരികാലൻ എന്ന പേരിന് 2 അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒരു കഥ അനുസരിച്ച് അസൂയ കാരണം ബന്ധുക്കൾ കൊട്ടാരത്തിന് തീയിട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു കാൽ തീയിൽ കരിഞ്ഞുപോയി. അതുകൊണ്ടാണ് കരികാലൻ എന്ന പേര് വന്നതെന്ന്. ഇത് അതിജീവനത്തിന്റെ ഒരു കഥയാണ്. എന്നാൽ രണ്ടാമത്തെ കഥ നേരെ തിരിച്ചാണ്. യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ ആനകൾക്ക് അദ്ദേഹം ഒരു കാലനായിരുന്നു, അതായത് മരണദേവനെ പോലെ. ഇത് അദ്ദേഹത്തിന്റെ ധീരതയുടെ കഥയാണ്. അപ്പോ ഒരേ പേരിൽ ദുർബലനായ ഇരയും ശക്തനായ യോദ്ധാവും. ഈ യോദ്ധാവിന്റെ കഥയ്ക്ക് ചരിത്രത്തിൽ വളരെ വ്യക്തമായൊരു തെളിവുണ്ട്. അതാണ് വെണ്ണിയുദ്ധം. വെണ്ണി എന്ന സ്ഥലത്ത് വെച്ച് ചെറുപ്പക്കാരനായ കരികാലൻ നേരിട്ടത് 1-2 രാജാക്കന്മാരെയല്ല, ചേരന്മാരും പാണ്ഡ്യന്മാരുമടക്കം 7 ശക്തരായ ഭരണാധികാരികളുടെ ഒരു മഹാസഖ്യത്തെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് തോൽപ്പിച്ചത്. ഈ യുദ്ധത്തിനൊരു ദൃക്സാക്ഷിയുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. വെണ്ണിക്കുയത്തി എന്ന പേരുള്ള ഒരു കുശവസ്ത്രീ. അവരാ യുദ്ധം നേരിൽ കണ്ടു, കരികാലന്റെ ധീരതയിൽ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ച് ഒരു യുദ്ധകാവ്യം തന്നെ എഴുതി. ആനകൾക്ക് കാലൻ എന്ന കഥയ്ക്ക് ഇതിലും വലിയൊരു തെളിവ് വേറെ വേണ്ടല്ലോ അല്ലേ? പക്ഷേ കരികാലൻ ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം നിർമ്മിച്ച കല്ലണ അണക്കെട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, 2000 വർഷം മുൻപ് ഒഴുകുന്ന വെള്ളത്തിൽ കല്ലും മണലുമിട്ട് അണക്കെട്ട് നിർമ്മിക്കുക. അത്ര വലിയൊരു സാങ്കേതിക വിദ്യ ആയിരുന്നു അത്. ജനങ്ങളുടെ ക്ഷേമത്തിന് ജലസേചനം എത്രത്തോളം പ്രധാനമാണെന്ന് അദ്ദേഹം അന്നേ തിരിച്ചറിഞ്ഞു. അതുപോലെ അദ്ദേഹം കലകളെയും കവികളെയും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അവർക്ക് വിഭവസമൃദ്ധമായ സദ്യകൾ, വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ, സ്വർണം, ആഭരണങ്ങൾ, ആനകൾ, എന്തിനേറെ നികുതിയില്ലാത്ത ഭൂമി വരെ സമ്മാനമായി നൽകി. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ ബുദ്ധി, ധൈര്യം, ഭരണമികവ്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. എന്താണ് നമ്മുടെ തീർപ്പ്? അപ്പോൾ കരികാലൻ ഒരു കുട്ടിയാണോ
അതൊരു വൃദ്ധനാണോ? ഇവിടെയാണ് കൗതുകം. ഉത്തരം ഒന്നല്ല. അദ്ദേഹം രണ്ടുമായിരുന്നു. പ്രായം എന്നതിനെയെല്ലാം മറികടന്ന ഒരു വ്യക്തിത്വമായിരുന്നു കരികാലൻ എന്നാണ് നമുക്ക് കിട്ടിയ തെളിവുകൾ വ്യക്തമാക്കുന്നത്. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരികാലൻ പ്രായത്തിൽ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അറിവിലും ധൈര്യത്തിലും പ്രവൃത്തിയിലും അദ്ദേഹം ഒരു കാരണവരെ പോലെയായിരുന്നു. ഈയൊരു ദ്വന്ദ്വ സ്വഭാവമാണ് കരികാലനെ ചരിത്രത്തിലെ അതുല്യനായ ഒരു ഭരണാധികാരിയാക്കി മാറ്റുന്നത്. കരികാലന്റെ ഈ അത്ഭുതകരമായ കഥ നമുക്കു മുന്നിൽ ഇത്ര വ്യക്തമായി പറഞ്ഞുതന്നത് പ്രൊഫസർ ഡോക്ടർ ഇരയരാസിന്റെ പഠനങ്ങളാണ്. ഈ വിവരണം നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി.